കുറുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പള്ളത്താവളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെ ജയ എന്ന ഓട്ടോ തൊഴിലാളിയെ ഓട്ടം വിളിച്ചുകൊണ്ടുപോയി കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകൾ ആക്രമിച്ചതിനെ തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ ജയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി കുടുംബത്തിൽപ്പെട്ടയാളാണ്. ജയയെ ആക്രമിച്ച പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ഉദ്ഘാടനം ചെയ്തു. സിനി ജെയ്സൺ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാധാകൃഷ്ണൻ, 10ാം വാർഡ് മെമ്പർ സീന ദേവസി, CDS ചെയർപേഴ്സൺ ലളിത രമേശൻ എന്നിവർ പ്രസംഗിച്ചു. മാറുകയാണ് ഇന്ന് നമ്മുടെ ഈ കേരളം. ഈ ഒരു ദുരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തോടെ നമുക്ക് രാത്രിയെന്നോ പകലെന്നോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ ഉള്ള അവസ്ഥ എല്ലാ വീട്ടിലെയും ആൺമക്കളായാലും പെൺമക്കളായാലും ജോലി കഴിഞ്ഞെത്തുന്ന സമയം ഒരു 8 മണിയൊക്കെ ആവുന്ന അവസ്ഥയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളായ എല്ലാ സ്ത്രീ തൊഴിലാളികൾക്കും നീതി നടപ്പാക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുകയും മേലാൽ ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തി ഒരാൾക്ക് നേരെയും ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി കുറുപ്പള്ളി CDSന്റെ പേരിൽ ഞങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇനിയും ഞങ്ങൾ എവിടം വരെ ഇതിനെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെയെല്ലാം എത്തിച്ചേരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആ രീതിയിലാണ് ഓരോ ദിവസം കഴിയുന്തോറും സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ നമ്മുടെ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. പല കുറ്റവാളികളെയും കൃത്യസമയത്ത് തന്നെ മണിക്കൂറുകൾ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരള പോലീസ് ഈ കുറ്റവാളികളെയും എത്രയും പെട്ടെന്ന് പിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. കുഴുപ്പള്ളിയിലെ നമ്മുടെ CDSന്റെ വനിതാ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സമരത്തിന് പങ്കെടുക്കാൻ തയ്യാറായതിൽ അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും വരുന്ന ഈ സമരങ്ങളിൽ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനുള്ള ശക്തിയായ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമരത്തിന് അഭിവാദ്യങ്ങൾ. പഞ്ചായത്തിൽ പള്ളത്താങ്കുളങ്ങരയിൽ വർഷങ്ങളായി കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ഓട്ടോ ഓടിക്കുന്ന വനിതാ ഓട്ടോ തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം ബീച്ചിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. രാത്രി 11 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഓട്ടം വിളിച്ച് കളമശ്ശേരിയിലേക്ക് ഓട്ടം വിളിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ പെട്രോൾ തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളത്താങ്കുളങ്ങര അതിന് അപ്പുറം കുഴുപ്പള്ളി ബീച്ചിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് ഏതൊരു പാതിരാത്രി ഓട്ടം വിളിച്ചാലും, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആ ഓട്ടം പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിൽ അതിക്രമിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒറ്റയ്ക്ക് വിജനമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ കൊണ്ടുപോയി കണ്ടാണ് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് അതിക്രൂരമായ ഒരു സ്ത്രീ എന്ന പരിഗണന ഒരു ഘട്ടത്തിലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് വാരിയെല്ലുകൾക്കും നട്ടെല്ലിനും ഒക്കെ ക്ഷതം സംഭവിക്കുന്ന വിധത്തിൽ മർദ്ദിച്ചുകൊണ്ട് ഇപ്പോൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയാൻ ഇടവരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇത്തരക്കാരെ ഏറ്റവും നല്ല ശിക്ഷ കൊടുത്തുകൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിൽ ഒരു വനിതയും നമ്മളുടെ നാട്ടിൽ ആക്രമിക്കപ്പെടാതെ നമുക്ക് നോക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഒരു ഓട്ടോ തൊഴിലാളിയും നമ്മളുടെ നാട്ടിൽ ആക്രമിക്കപ്പെടാതെ നോക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി കേസ് അന്വേഷിക്കുന്ന ഞാറക്കൽ പോലീസ് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ചുമത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ചേർത്ത് നടപടിയെടുത്തുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത്തരത്തിൽ ഇന്നിപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർ ആ വനിതയ്ക്ക് വേണ്ടി, ആ ഓട്ടോ തൊഴിലാളിക്ക് വേണ്ടി ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു റാലിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ആളുകളെല്ലാം ഇവിടുത്തെ വനിതകളും എല്ലാവരും തന്നെ അത്തരത്തിൽ ആ അതിക്രമത്തിനെതിരെ മുന്നോട്ട് വരികയാണ്, പ്രതിഷേധം ഉയർത്തുകയാണ്. അപ്പോൾ ആ പ്രതിഷേധമെല്ലാം കണ്ടുകൊണ്ട് അവർക്കെതിരെ ഏറ്റവും വേഗത്തിൽ നടപടിയെടുക്കണം എന്ന് ഓട്ടോ തൊഴിലാളിക്ക് നീതി നടപ്പാക്കുക. വീണ്ടും
വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കട്ടെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിർത്തുക. വനിതാ ഓട്ടോ ഡ്രൈവർ ജയെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിർത്തുക. സ്ത്രീകൾക്കെതിരെ നീതി നടപ്പാക്കുക. സ്ത്രീകൾക്കെതിരെ നീതി നടപ്പാക്കുക. വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുക. വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജയയെ ക്രൂരമായി മർദ്ദിച്ച ആ അക്രമികളെ എത്രയും പെട്ടെന്ന് അവർക്കുള്ള നടപടിയെടുക്കണമെന്നാണ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളായ ഞങ്ങൾക്ക് രാവും പകലുമില്ലാതെ ഓരോ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന് അവർക്ക് അതിനുള്ള സുരക്ഷിതത്വവും കൊടുക്കണമെന്നാണ് എൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഈ കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയ ഈ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഈ ജയയ്ക്ക് വേണ്ടി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും. എൻ്റെ വാർഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ധീര വനിതയാണ് ജയ എന്ന് പറയുന്ന വ്യക്തി. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു ധീര വനിതയുടെ ഗണത്തിലാണ് ആ സ്ത്രീയെ ഉൾപ്പെടുത്തേണ്ടത്. കാരണം വീണുകിടക്കുന്ന, തളർന്നു കിടക്കുന്ന അമ്മയെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ് അവരെ ഇത്തരുണത്തിൽ ദ്രോഹിച്ച കാപാലികന്മാരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ അത്യന്തമായി ആഗ്രഹിക്കുകയാണ്. ഇനി ഒരിക്കലും ഒരു സ്ത്രീയോടും ഇതുമാതിരി ദുഷ്ടപ്രവൃത്തികൾ ചെയ്യരുതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വനിതാ ഓട്ടോ ഡ്രൈവർ ജയെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടിയെടുക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിർത്തുക. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.